എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൂരൽമല ദുരന്തത്തിൽ മനം നൊന്ത് സഹാനുഭൂതിയുള്ള മനുഷ്യർ കൈയയച്ച് സഹായിച്ച തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള 774 കോടി രൂപ. ആകെ 459 കുടുംബങ്ങളാണ് ബാധിക്കപ്പെട്ടത്. ഇത്രയ്ക്കധികം പണം ബാങ്കിലുണ്ടെങ്കിലും അവരെല്ലാം ഇന്നും ആശ്രിതരായാണ് കഴിയുന്നത്. ഈ പണം ബാങ്കിലെത്തിയിട്ട് വർഷം 2 കഴിഞ്ഞു. ഈ പണം അവരിലേക്ക് എത്താനുള്ള തടസ്സം എന്താണ്? ഇതിനുള്ള ഉത്തരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റൊരു സംഭവത്തെ നമുക്കൊന്ന് സ്പർശിച്ചു പോകാം. ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി കട്ടു എന്നതിൻ്റെ കുറ്റത്തിനാണ് ആദിവാസി ഊരിലെ കടുകുമണ്ണ ആദിവാസി ഊരിലെ മധു എന്ന ചെറുപ്പക്കാരനെ പരിഷ്കൃതരായ നമ്മളിൽപ്പെട്ട ചിലർ തല്ലിക്കൊന്നത്, കൂട്ടം ചേർന്ന് തല്ലിക്കൊന്നത്. മധുവിൻ്റെ നാടായ അട്ടപ്പാടിക്കും അതുവഴി മധുവിനും വേണ്ടി വിവിധ സർക്കാരുകൾ, കേരളത്തിൽ ഇതുവരെ ഉണ്ടായ സർക്കാരുകൾ എത്ര തുക അനുവദിച്ചു എന്നതിന് നമുക്കൊരു കണക്കില്ല. അതൊരു വലിയ സംഖ്യ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. ആ തുക ഡയറക്റ്റായി അവിടുത്തെ പാവങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ മധുവിൻ്റെ കുടുംബത്തിന് ചുരുങ്ങിയത് ഒരു 25 ലക്ഷം രൂപയെങ്കിലും കിട്ടുമായിരുന്നു. അദ്ദേഹം മഞ്ഞൾ പൊടി മോഷ്ടിക്കേണ്ടി വരുമായിരുന്നില്ല. എവിടെ പോയി ആ പണം മുഴുവൻ? ആ പണം നമ്മൾ അവർക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയല്ല ചെയ്തത്. പണം കിട്ടിയാൽ അവർ ദൂർത്തടിക്കും എന്ന് ആര് തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ പരിഷ്കൃത സമൂഹം തീരുമാനിച്ചു. നമ്മളാണ് പരിഷ്കൃത സമൂഹം. നമ്മൾ മധുവിനെ പോലുള്ളവർ ദൂർത്തടിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി കുറേ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കി. പല ടൈപ്പ് പ്രൊജക്റ്റുകൾ. വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ പ്രൊജക്റ്റ്, അവർക്ക് ആരോഗ്യം ഉണ്ടാവാൻ മറ്റൊരു പ്രൊജക്റ്റ്, അവർക്ക് ഗതാഗത സൗകര്യം ഉണ്ടാവാൻ മറ്റൊരു പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റുകളുടെ ഭാഗമായി നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ കെട്ടിടം പണിതു, അവർക്ക് ആരോഗ്യമുണ്ടാക്കാൻ ആശുപത്രി കെട്ടിടം പണിതു, അവർക്ക് സഞ്ചരിക്കാൻ റോഡും പണിതു. കൺസ്ട്രക്ഷൻ ആണ് വികസനം. ആദിവാസി മേഖലകളിലെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ആരും ഓഡിറ്റിനില്ല, ആരും ശ്രദ്ധിക്കില്ല. ഉദാഹരണമായി രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും കൂടി 1 കോടി രൂപയുടെ ഒരു ആശുപത്രി കെട്ടിടം പണിയുന്നു എന്ന് വിചാരിക്കുക. എന്താണ് അവിടെ സംഭവിക്കുക? 20 ലക്ഷം രൂപയുടെ പണി നടക്കും. ബാക്കി 80 ലക്ഷം രൂപ എല്ലാവരും കൂടി വീതിച്ചെടുക്കും. റോഡ് പണിയുന്നു. റോഡിൻ്റെ കാര്യത്തിൽ ഇത് തന്നെ. റോഡിൻ്റെ പണി എങ്ങനെയാണ്? ചപ്പാത്തിയുടെ ഒരു കനത്തിൽ മെറ്റലും ടാറും ഇടും. കെട്ടിടം പണി എന്ന് പറയുന്നതൊക്കെ ഇത് തന്നെയാണ് സ്ഥിതി. നമ്മൾ അവർക്കായി നിർമ്മിച്ച ആശുപത്രി കെട്ടിടത്തിൽ ഡോക്ടർമാർ വരാറുണ്ടോ? എത്ര നാൾ അവർ വരുന്നുണ്ട്? എത്ര നാൾ അവർ ലീവ് എടുക്കുന്നുണ്ട്? നമ്മൾ പണിയുന്ന സ്കൂളുകളിൽ അവിടെ എത്ര അധ്യാപകർ പഠിപ്പിക്കാൻ വരുന്നുണ്ട്? എത്ര നാൾ അവർ ലീവ് എടുക്കുന്നുണ്ട്? അപ്പോൾ ഇതാണ് നമ്മൾ അവർക്ക് ഉണ്ടാക്കുന്ന, അവരുടെ ദൂർത്തില്ലാതെ അവർക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന വികസനം. ഈ ടൈപ്പ് വികസനമാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഇതുവരെയുള്ള വികസനം. ഇങ്ങനെ വികസിപ്പിച്ചാണ് മധുവിന് മഞ്ഞൾ പൊടി ഒരു പാക്കറ്റ് മഞ്ഞൾ പൊടി പോയിട്ട് കക്കേണ്ടി വന്നത്. അവർ ദൂർത്തടിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ അവരുടെ കാശെടുത്ത് ദൂർത്തടിച്ചു എന്നതാണ് സത്യം. നമ്മൾ വികസിച്ചു, പക്ഷെ അവരിപ്പോഴും മഞ്ഞൾപ്പൊടി കക്കുകയാണ്. ചൂരൽമല ദുരന്തത്തിലെ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി 75,000 രൂപയാണ് നമ്മൾ ദൂർത്തടിച്ചത്. അവിടുത്തെ സന്നദ്ധ സംഘടനകൾ ഫ്രീ ആയി ചെയ്തു തരാമെന്ന് പറഞ്ഞ കാര്യം നമ്മൾ 75,000 രൂപ എഴുതി വെച്ചു. എന്തുകൊണ്ടാണ്? ഒരു മൃതദേഹം കുഴിച്ചിടാൻ 75,000 രൂപയെങ്കിലും ചിലവാക്കിയില്ലെങ്കിൽ നമ്മൾ അന്തസ്സില്ലാത്തവരാണ് എന്ന് നമുക്ക് തോന്നും. മുഖ്യമന്ത്രിയാണ് ഈ കണക്ക് വായിച്ചത്, നമ്മൾ കേട്ടതാണ്. മധുവിനെ പോലുള്ളവരെ നന്നാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ പ്രോജക്റ്റുകൾ കൊണ്ട് നമ്മൾ തന്നെയാണ് നന്നായത് എന്ന് നമുക്ക് നന്നായി മനസ്സിലായിട്ടും നമ്മൾ ചൂരൽമലയിലും ഇതേ മോഡൽ വികസനം തന്നെയാണ് തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ട്? പാതി ശീലം കൊണ്ട്, പാതി കക്കാൻ വേണ്ടി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ നൽകിയ സംഭാവന 773 കോടി 98 ലക്ഷം രൂപയാണ് എന്ന് നമുക്കറിയാം ഏകദേശം. ഇതിനു പുറമെ കേന്ദ്ര സഹായമായി 260 കോടി 56 ലക്ഷം രൂപയും ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടിയാൽ നമുക്ക് 1034 കോടി 54 ലക്ഷം എന്ന് കിട്ടും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാത്രം നമുക്ക് എടുക്കാം, കാരണം അതാണല്ലോ നമ്മളുടെ കളക്ഷൻ. അതൊരു 459 കുടുംബങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ 1,72 ലക്ഷം രൂപ അവർക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ അവർ ദൂർത്തടിക്കാൻ പരമ്പരാഗതമായി ഉള്ള അവകാശമുണ്ടല്ലോ, അത് നമ്മൾ പരിഷ്കൃതരായ നമുക്കാണ്. അതുകൊണ്ട് നമ്മൾ
അതിലിടപെട്ടു, നമ്മൾ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നു. ചില ദുരന്ത ബാധിത കുടുംബങ്ങൾ പറഞ്ഞു സർക്കാർ പ്രൊജക്റ്റ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൊടുത്തത് എത്രയാണെന്നറിയാമോ? വെറും 15 ലക്ഷം രൂപ. 1,72,00,000 രൂപയ്ക്ക് അർഹതയുള്ള ഒരു കുടുംബത്തിന് നമ്മൾ കൊടുത്തത് 15 ലക്ഷം രൂപ. അവർ ദൂർത്തടിക്കാതിരിക്കാൻ അവർ ഈ 15 ലക്ഷം രൂപയും കൊണ്ടുപോയി 10 സെൻറ്റ് ഭൂമിയും അതുപോലെ 1500 സ്ക്വയർ ഫീറ്റ് വീടും ഒരു 35 ലക്ഷം രൂപയുടെ കാറും വാങ്ങും എന്ന് നമ്മൾ കരുതി. നമ്മൾ അത്രയ്ക്കും മഹാമനസ്കരാണ്. ദുരിതാശ്വാസ നിധിയിൽ ബാങ്കിലാണ് ഇട്ടുള്ളത്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു മാസത്തെ പലിശ പോലും 3.5 കോടിയാണ് എന്ന് നമ്മൾ ഓർക്കണം. ദുരന്തത്തെ അതിജീവിച്ച ഒരു പൗരന് കൊടുക്കുന്ന തുക മാസം 9,000 രൂപയാണ്. ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ 75,000 കൊടുത്തു എന്ന് നമ്മൾ ഓർക്കണം. ഇനി ടൗൺഷിപ്പ് പണിയുന്നിടത്ത് വീടുകൾ 410 വീട് പണിയണം, 410 കുടുംബങ്ങൾ. ഓരോ കുടുംബങ്ങളും താമസിക്കേണ്ട സ്ഥലം നമ്മൾ നിശ്ചയിച്ചു. അളവ് 1000 സ്ക്വയർ ഫീറ്റർ. ഇവിടെ ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് 1000 സ്ക്വയർ ഫീറ്റ് വീടിൽ താമസിക്കുന്നത്? സ്ഥിര വരുമാനമില്ലാത്ത എത്രയോ നേതാക്കന്മാർ 35 ലക്ഷം രൂപയുടെ ആഡംബര കാറിൽ നടക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോഴാണ് 1.25 കോടി രൂപയ്ക്ക് അർഹതയുള്ള മനുഷ്യർക്ക് നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് മതി എന്ന് തീരുമാനിച്ചത്. ഒരു 1500 സ്ക്വയർ ഫീറ്റ് വീടെങ്കിലും വെച്ച് കൊടുക്കാൻ നമ്മളുടെ മനോനില സമ്മതിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവർ ദൂർത്തടിക്കും, അവർ ദൂർത്തടിച്ച് ജീവിക്കേണ്ട. എന്ന് തുടങ്ങുന്ന ഒരു കമ്പനിക്കാണ് നമ്മൾ ടെൻഡർ വിളിക്കാതെ ഈ നിർമ്മാണ ചുമതലകളൊക്കെ ഏൽപ്പിച്ചത്. അവർ നിർമ്മിച്ച 178 വീടുകളും ഇപ്പോഴും വാസയോഗ്യമായിട്ടില്ല എന്ന് നമ്മൾ കണ്ടു. പാവങ്ങൾ ദൂർത്തടിച്ച് ജീവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ എന്ന കമ്പനി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. പുനരധിവാസം, അതും സർക്കാരിലൂടെ മാത്രം എന്ന് പറയുന്നത് പൊളിഞ്ഞ ഒരു മോഡലാണ്. ആധുനിക രാജ്യങ്ങളിൽ ഇപ്പോൾ വേറെയും ചില മോഡലുകളുണ്ട്. ഇതൊന്നും അറിയാത്തവരല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ. അവർ നല്ല പഠിപ്പുള്ളവരാണ്, വിവരമുള്ളവരാണ്. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരും അവർ വിദേശത്ത് യാത്ര ചെയ്യുന്നവരാണ്, അവർക്കും അറിയാം. പക്ഷേ നമുക്കതൊന്നും പറ്റില്ല. ആധുനിക ലോകം ഇപ്പോൾ ഹൈബ്രിഡ് മോഡലുകളാണ് സ്വീകരിക്കുന്നത്. എന്താണ് ഹൈബ്രിഡ് മോഡൽ? ചോയ്സ് ബേസ്ഡ് ഹൈബ്രിഡ് റീഹാബിലിറ്റേഷൻ മോഡൽ എന്നാണ് ഇതിന് പറയുക. നമ്മൾ ചെയ്തത് പരമ്പരാഗത മോഡലാണ്. ഈ മോഡലിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ആകെ ഒരു ഗുണമേ ഉള്ളൂ. മികച്ച ടൗൺഷിപ്പിൽ മികച്ച സുരക്ഷ നമുക്ക് കിട്ടും. കാരണം എല്ലാം ഒരുമിച്ച് താമസിക്കുമ്പോൾ അതിൻ്റെ ഒരു സുരക്ഷിതത്വമുണ്ട്. പക്ഷെ ബാക്കി മുഴുവൻ നെഗറ്റീവുകളാണ്. നിർമ്മിച്ച് കിട്ടാൻ എളുപ്പമല്ല, ഒരുപാട് താമസം പിടിക്കും, ഗുണമേന്മയുടെ പ്രശ്നമുണ്ടാവും, ഇപ്പോൾ കണ്ട വിള്ളൽ പോലെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ കുടുംബങ്ങൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം കുറവായിരിക്കും. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും കൂടി പ്രൊജക്റ്റിൻ്റെ അധിക ഭാഗവും തിന്നു തീർക്കും. അതുകൊണ്ടാണ് ഇതിനെ പഴഞ്ചൻ മോഡലെന്നും ആധുനിക ലോകം ഇപ്പോൾ അതിനെ പരിപൂർണമായി വേറൊരു രീതിയിലാണ് ഇപ്പോൾ നടപ്പാക്കുന്നത് എന്നും പറയുന്നത്. അപ്പോൾ ഈ മോഡലിൻ്റെ ബദൽ ആണ് ചോയ്സ് ബേസ്ഡ് ഹൈബ്രിഡ് റീഹാബിലിറ്റേഷൻ മോഡൽ. എന്താണ് ഈ മോഡലിൻ്റെ മെച്ചം? ഈ മോഡൽ പൗരൻ്റെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നു. സർക്കാർ ചെയ്യേണ്ടത് അവരുടെ സുരക്ഷിതത്വം ഉറപ്പിക്കൽ മാത്രമാണ്. എങ്ങനെ പുനരധിവാസം വേണമെന്നത് പൗരൻ തീരുമാനിക്കും, പൗരൻ തിരഞ്ഞെടുക്കും. നമ്മൾ അടിച്ചേൽപ്പിക്കില്ല. 3 ഓപ്ഷൻ നമ്മളവർക്ക് കൊടുക്കും. അതിൽ പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറയുന്നത് നേരിട്ട് ക്യാഷ് കൊടുക്കുന്ന രീതിയാണ്. അതായത് ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ പ്ലസ് കൺസ്ട്രക്ഷൻ, സെൽഫ് കൺസ്ട്രക്ഷൻ. അവർ പണിയണം. ഇത് 15 ലക്ഷം രൂപ എടുത്ത് കൊടുത്ത് ഒഴിവാക്കുന്ന പരിപാടിയല്ല. കേരളത്തിലെ സാഹചര്യങ്ങൾ വെച്ച് 60 ലക്ഷം രൂപയെങ്കിലും നമ്മൾ കൊടുക്കണം. ആ കുടുംബത്തിന് ഭൂമി, ഒരു 5 സെൻറ്റ് ഭൂമി വാങ്ങാം. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് പണിയാം, വീട് പണിയാം. സ്വന്തം ഡിസൈൻ വെച്ച് തന്നെ വീട് പണിയാം എന്നുള്ളതാണ് ഇതിൻ്റെ മെച്ചം. സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? ഇവർ വാങ്ങുന്ന ഭൂമിയിൽ ഇനിയും ഒരു ദുരന്തത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള പരീക്ഷണമാണ്. മാത്രമല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം വീടിന് പൈസ കൊടുക്കാൻ. ഇത് ഏകദേശം ഹൗസിംഗ് ലോൺ കൊടുക്കുന്ന പോലെയാണ് അതിൻ്റെ ഒരു രീതി. ഉദ്യോഗസ്ഥർക്ക് ഈ മോഡലിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ഥലത്തിൻ്റെ പെർമിഷൻ കൊടുക്കേണ്ടി വരുമ്പോഴും അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻ്റായിട്ട് ക്യാഷ് കൊടുക്കേണ്ടി വരുമ്പോഴൊക്കെ കൈക്കൂലി വാങ്ങാം, ഒരു പേടിയും വേണ്ട. അപ്പോൾ ഇതാണ് ഒരു ചോയ്സ്, ജനങ്ങൾക്കുള്ള അല്ലെങ്കിൽ പൗരർക്കുള്ള ഒരു ചോയ്സ്. രണ്ടാമത്തെ ഓപ്ഷൻ ഇപ്പോൾ സർക്കാർ ചെയ്യുന്ന പരിപാടി തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ സർക്കാർ ചെയ്യുന്ന പോലെയല്ല അത്. ഇപ്പോൾ നമ്മൾ ചെയ്ത മോഡൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. 1000 സ്ക്വയർ ഫീറ്റ് വീടല്ല പണിയുക, ചുരുങ്ങിയത്, അതായത് കുടുസുമുറികളല്ല, ചുരുങ്ങിയത് 1500 സ്ക്വയർ ഫീറ്റ് വീടെങ്കിലും നമ്മൾ പണിത് കൊടുക്കും. എന്ന പേരുള്ള ആ കമ്പനിയല്ല ഇത് പണിയുക. പകരം ഓപ്പൺ ടെൻഡർ വെച്ച്
അതിനുള്ള കോൺട്രാക്ടേഴ്സിനെ നമ്മൾ കണ്ടെത്തും. റോഡ്, വെള്ളം, വൈദ്യുതി എല്ലാം സർക്കാർ കൊടുക്കും. ഈ മോഡലിന് വേറെ പ്രത്യേകത, വീട് മാത്രമല്ല കൊടുക്കുന്നത്, 20 ലക്ഷം രൂപ ക്യാഷായി, അതായത് വെറും ഗ്രാൻഡായി കൊടുക്കും. കാരണം അവർ 10 പൈസ കയ്യില്ലാതെയാണ് വീട്ടിലേക്ക് കയറുന്നത്, അവരുടെ കയ്യിൽ പണം നമ്മൾ ഏൽപ്പിക്കണം. അതാണ് 20 ലക്ഷം രൂപ അതിൻ്റെ ഒപ്പം കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല, ഇത് സർക്കാരിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂടി, ഈ കോൺട്രാക്ടേഴ്സിനും പൊളിറ്റീഷ്യൻസിനും ഉദ്യോഗസ്ഥർക്കും കൂടി കട്ടെടുക്കാനുള്ളതല്ല. അത് ഉറപ്പ് വരുത്താൻ ഇന്ത്യയിൽ തന്നെയുള്ള ഏജൻസികളെ ഏൽപ്പിക്കും. ഏതൊക്കെ ഏജൻസികളാണ് ഇന്ത്യയിൽ ചെയ്യേണ്ടത്? സ്ട്രക്ചറൽ ഓഡിറ്റ്, മെറ്റീരിയൽ ക്വാളിറ്റി എന്നിവ പരിശോധിക്കാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിനെ തന്നെ ഏൽപ്പിക്കണം. അതുപോലെ IIT മദ്രാസിനെ കൊണ്ടുവന്ന് ഹൈ ലെവൽ ടെക്നിക്കൽ വെരിഫിക്കേഷൻ നടത്തണം. അതുപോലെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിനെ കൊണ്ട് സോഷ്യൽ ഓഡിറ്റും പോളിസി ഇവാലുവേഷനും നടത്തിക്കണം. ഇതുപോലെ വല്ലതും നടത്തിയിട്ടുണ്ടോ? അവരുടെ ആളുകൾ, പാർട്ടി സിൽബന്ധികൾ എന്തൊക്കെയോ ചെയ്യുന്നു, പോകുന്നു. ഇതാണ് സർക്കാർ നടത്തുന്ന പദ്ധതികൾ പോലും ആധുനിക രാജ്യങ്ങൾ നടത്തുന്നതിന് ഓഡിറ്റുണ്ട്, കൃത്യമായ ഓഡിറ്റുണ്ട്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ട് ഓപ്ഷനിൽ ഏതാണ് വേണ്ടതെന്ന് നിശ്ചയിക്കേണ്ടത് ഇവിടുത്തെ ദുരന്ത ബാധിതനാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, അതൊരു മിക്സഡ് മോഡലാണ്. സർക്കാർ 1000 സ്ക്വയർ ഫീറ്റ് വീട്, അതായത് ഒരു ചെറിയ വീട് സർക്കാർ പണിത് കൊടുക്കുന്നു. കൂടാതെ ഒരു 40 ലക്ഷത്തോളം വരുന്ന ഒരു രൂപയും ഈ ക്യാഷായി, അത് ഗ്രാൻഡായി ഈ ദുരന്ത ബാധിതന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? നമ്മുടെ കയ്യിൽ 1034 കോടി രൂപയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഈ 3 മോഡലും നമ്മൾ പരീക്ഷിക്കേണ്ടതായിരുന്നു, ജനങ്ങളുടെ മുമ്പിൽ വിട്ടുകൊടുക്കേണ്ടതായിരുന്നു. എങ്കിൽ ഈ പരാതിയോ ബുദ്ധിമുട്ടോ ആരും പറയുമായിരുന്നില്ല. നമ്മളത് മനസ്സിലാക്കണം. ഇപ്പോൾ ആരാണ് ഇതിൽ മെച്ചപ്പെട്ടിട്ടുള്ളത്? മാത്രം ചിരിക്കുന്നു. ഊവിൻ്റെ രാഷ്ട്രീയ മേലാളന്മാരും ചിരിക്കുന്നു. കേരള ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തത്തിൽ പെട്ടുപോവുക എന്നത് മാത്രമല്ല, ഏറ്റവും വലിയ ചതിയുടെ ഇരകളാകുക എന്നുകൂടി ഉണ്ടായിരിക്കുന്നു. എന്തൊരു കഷ്ടമാണിത്. മുത്തപ്പ, ഇനിയും വേണോ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ? നന്ദി, നമസ്കാരം.